ചാവക്കാട് കാലിക്കറ്റ് ഫാഷൻ ബസാറിൽ വന്നിരിക്കാണ് ഓണം ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. ഹേ ഗൈസ്, ഓണായിട്ടുണ്ടെങ്കിൽ ഓണക്കോടി മാത്രമല്ല അല്ലേ, സെലിബ്രേഷൻ ഇടാനായിട്ടുള്ള ഡ്രസ്സ് വേണം, അതുപോലെ തന്നെ ഓർണമെന്റ്സ് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാനും പൊപ്പിയും ചിന്തയും കൂടിയിട്ട് അവർക്ക് ഓണം സെലിബ്രേഷൻ ഇടാനുള്ള ഡ്രസ്സ് നോക്കി ചാവക്കാട് പോയതാണ്. ഇപ്രാവശ്യം കാലിക്കറ്റ് ഫാഷൻ ബസാറിലൊന്ന് കയറി. ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പട്ടുപാവാടയാണ് ആദ്യം നോക്കുന്നത് ചിന്തയ്ക്കുള്ളത്. ചിന്തയ്ക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു തിരുവാതിരക്കളിക്കുള്ളതുകൊണ്ട്. അപ്പോൾ റെഡാണ് വേണ്ടത് ബ്ലൗസ്. അപ്പോൾ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയില്ല. അങ്ങനെ മെറ്റീരിയൽസ് നോക്കി പിന്നെ ചിന്തയുടെ അവിടെ നിൽക്കട്ടെ പിന്നീട് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്കുള്ള ധാവണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ധാവണി റെഡിമെയ്ഡൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഈ അടിപൊളി ധാവണി സെറ്റിന് അത് റെഡിമെയ്ഡിന് 695 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ ഓൾട്രേഷനും അവിടുന്ന് ചെയ്തു തരും. അപ്പോൾ ഇതിൽ നിന്നൊന്നും എടുത്തു കേട്ടോ. ഇതിൽ ഏതാണ് എടുത്തതെന്നുള്ളത് ഓണത്തിന് ഇടുമ്പോൾ കാണാം. അങ്ങനെ അത് ഓൾട്രേഷന് കൊടുത്തു. പിന്നെ ഞാൻ ബ്ലൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 179 ഉള്ളൂ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൗസിന് കേട്ടോ. നമ്മൾ ലേഡീസിൻ്റെ മെയിൻ ടെൻഷനാണ് അല്ലേ, ഓണത്തിന് സാരീസും സെറ്റ് മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബാക്കിലോട്ട് നിൽക്കാറുണ്ട് ഈ ഒരു സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ബ്ലൗസിന് 395 235 ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ടെൻഷനും മാറി കിട്ടി. അവിടുത്തെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത്രയും നല്ല സ്റ്റാഫാണ് കേട്ടോ. ഇത് നിഖില, എനിക്ക് ധാവണിയൊക്കെ വെച്ച് തന്നത് നിഖിലയാണ് കേട്ടോ. പിന്നെ ഓരോ സ്റ്റാഫുകളും എല്ലാവരെയും നമ്മൾ സൂപ്പർവൈസിങ് സ്റ്റാഫാണെങ്കിലും നമുക്ക് എടുത്തു തരുന്ന സ്റ്റാഫാണെങ്കിലും ഒക്കെ നമ്മളെടുത്ത് അത്രയും ഫ്രണ്ട്ലിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും. ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് പറയാൻ എനിക്ക് ഓർമ്മയില്ല, കുറേ പേരിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നിഖില നമ്മളെ എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ കാണിച്ചു തന്നിരുന്നുണ്ട്. പിന്നെ പൊപ്പയ്ക്കുള്ള സെറ്റ് മുണ്ടും ജുബയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സെറ്റ് കുർത്ത മുണ്ട് സെറ്റിന് 535 വരുന്നുള്ളൂ. പൊപ്പേനേക്കാളും ചെറിയ സൈസിനൊക്കെ 390 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. പിന്നെ മുണ്ടും ഷർട്ടും ഉണ്ട്. അപ്പോൾ ആൾക്ക് ജുബ മതി എന്ന് പറഞ്ഞു. കഥകളി, ആന, അങ്ങനെ കുറേ ഡിസൈൻസിൽ അവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് ജെൻസിൻ്റെ സെഷനിൽ പോയപ്പോൾ അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള ഷർട്ട്സുകൾ കണ്ടു. ആ മഞ്ഞ ഷർട്ടിന് 495 റുപ്പീസാണ് വരുന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇത്രയും ഇങ്ങനെ യെല്ലോയിഷ് ഒന്നും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുത്തൊന്നുമില്ല. പിന്നെ ആളുടെ ഓൺ സെലക്ഷനാണ് പിടിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൽവാർ ടോപ്സ്, അപ്പോൾ ട്രഡീഷണൽ ടോപ്സിന് 500 795 അങ്ങനെയുള്ള റേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എല്ലാതും ഞാനിങ്ങനെ ചുറ്റി നടന്ന് കാണാണ്. എന്തായാലും പോയതല്ലേ, മൊത്തത്തിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ടോപ്സ് നോക്കി. പിന്നെ സൽവാർ സെറ്റ് പല റേഞ്ചസിലും ഉണ്ട് കേട്ടോ. 2000 താഴെ 1000 താഴെയുള്ള റേഞ്ചിലൊക്കെ സൽവാർ സെറ്റ്സും അവൈലബിൾ ഉണ്ട്. പിന്നെ അവിടെ ഞാൻ ഓണം കളക്ഷൻസ് മാത്രമേ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ നോക്കിയുള്ളൂ. കാരണം എല്ലാതും കൂടി നടക്കാക്കി സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ സൽവാറിൻ്റെ സെറ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ 2000 റേഞ്ചിലുള്ളതുണ്ട്, 1000 റേഞ്ചിലുള്ളതുണ്ട്, പല റേറ്റിലുള്ളതുണ്ട്. അപ്പം ഒക്കെ നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിന്തയുടെ പട്ടുപാവാട ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ചു, ട്രൈ ചെയ്തിട്ട്. അങ്ങനെ വന്ന് നോക്കുന്നതാണ്. അപ്പോൾ ആൾക്ക് റെഡാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ മെറൂണാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മെറൂൺ എടുക്കണ്ട, ഇനി അവിടെ ചെല്ലുമ്പോൾ റെഡ് മതി എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാവേണ്ട, പിന്നീട് എടുക്കാം. ചിന്തയ്ക്ക് ഇനി ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ ബർത്ത്ഡേക്ക് ഇവിടുന്ന് വന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ സാരീസൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ സാരീസ് വന്നിട്ട് 299 തൊട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ സാരി 299 ട്രഡീഷണലിൽ. പിന്നെ വർക്കുള്ളത് ടിഷ്യൂ ടൈപ്പ് ഒക്കെ ഓരോ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അങ്ങനെ കുറച്ച് സാരീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്റ്റാഫും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. മക്കളാണെങ്കിലും നല്ല രീതിയിൽ സഹകരിച്ചു. അവരവിടെ ഇങ്ങനെ നടന്നു. ഞാൻ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ ധാവണി ഓൾട്രേഷൻ ചെയ്തിട്ട് ഈവനിങ്ങിൽ തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിറ്റേന്ന് വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പൊപ്പയുടെ ഡ്രസ്സ് മാത്രം വാങ്ങിച്ചിട്ട് പോരാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നാലും നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തപ്പം. ശേഷം നമ്മൾ പോരാണ്. മക്കളുടെ ഓണം സെലിബ്രേഷനും തിരക്ക്
തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയത്. ഷോർട്സ് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്കും താലൂക്ക് ഓഫീസിനൊക്കെ അടുത്തായിട്ട് വരും കാലിക്കറ്റ് ഫാഷൻ ബസാർ കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ ചാവക്കാട് താലൂക്ക് ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ പോയവരുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യണേ. അതുപോലെ പോവാത്തവർ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. ബൈ.